മൈ ഡിയേഴ്സ്, ശ്രുതി ടീച്ചറാണ്. അപ്പൊ ഇതാ നമ്മുടെ പരീക്ഷയാണല്ലേ. അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചില പാഠങ്ങളൊക്കെ നമ്മളെടുത്ത് മറന്നു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ പാഠത്തിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ചാനല് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതാ ചോദ്യം ഇതാണ്, എ ഗ്രേഡ് ചോദ്യമാണ് കേട്ടോ. ദാ എ ഗ്രേഡ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. എല്ലാത്തിനെ കുറിച്ചും കഥാപാത്ര നിരൂപണം വരാറുണ്ട്. അപ്പൊ കുഴലൂത്തുകാരൻ എന്ന് പറയുന്ന ഒരു പാഠം പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? അതാണ് ഈ അടുത്ത് പഠിച്ചതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ കുഴലൂത്തുകാരൻ നമ്മള് മറക്കാൻ പാടില്ല കേട്ടോ. പരീക്ഷയ്ക്ക് സർവ്വസാധാരണയായിട്ട് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്. ഹാമനിലെ കുഴലൂത്തുകാരൻ അല്ലെ, ഹാമനിലെ കുഴലൂത്തുകാരൻ. ചെറിയൊരു ഇതുണ്ട്. അപ്പൊ അതെന്താണ്, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് അതിന്റെ സ്വഭാവ സവിശേഷത, രൂപഭംഗി അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു കുറിപ്പ് തയ്യാറാക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ആ നാട്ടില് എന്താണ് ശല്യമായി മാറിയ എലിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആണ് മേയർ വിളംബരം ചെയ്തതനുസരിച്ചിട്ട് ആര് വന്നത്? നമ്മുടെ കുഴലൂത്തുകാരൻ വന്നത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കാം അല്ലെ. എന്താണ്? വിചിത്ര വേഷധാരിയായിരുന്നു ആര്? അയാൾ കുഴലൂത്തുകാരൻ. കുപ്പായത്തിന്റെ ഒരു പാതി മഞ്ഞ മറുപാതി ചുവപ്പ്, മഞ്ഞയും ചുവപ്പും വരകളുള്ള ഒരു നീണ്ട ഉറുമാൽ കഴുത്തിൽ കെട്ടിയിരുന്നു. വേഷത്തെ കുറിച്ചാണ് പറയുന്നത്. കട്ടിയുള്ള ഒരു ചരടും കഴുത്തിലുണ്ടായിരുന്നു. അതിന്റെ അറ്റത്തായാണ് കുഴൽ വാദ്യം. ആ കുഴല് വിളിച്ചിട്ടാണ് എലികളെയൊക്കെ തുരത്തിയത് അല്ലെ. ഒരു വിഷാദഭാവമായിരുന്നു അയാൾക്ക്. വിഷാദഭാവം എന്ന് പറഞ്ഞാല് ഒരു ദുഃഖഭാവമായിരുന്നു അല്ലെ. അയാളുടെ വിരലുകൾ അസാധാരണമാം വിധം നീണ്ടു മെലിഞ്ഞ വിരലുകളാണ്. നിങ്ങളുടെ വിരലുകളൊക്കെ എങ്ങനെയാണ്? എന്റേത് അത്ര നീണ്ടിട്ടൊന്നല്ല, നിങ്ങളുടേതോ? സാവധാനത്തിലുള്ള ചലനവും മൃദുവായ സംസാരവുമായിരുന്നു അയാളുടെ മറ്റൊരു സവിശേഷത. എന്താണ്? സാവധാനം, പതുക്കെയായിരുന്നു അയാള് നടക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ സംസാരം വളരെ സോഫ്റ്റ് ആയിരുന്നു, വളരെ മൃദുലമായ ഒരു സംസാരമായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ തിളക്കം അല്ലെ. അയാളുടെ കുഴലിൽ നിന്ന് ഹൃദ്യമായ ഈണമായിരുന്നു ഉദ്ഭവിച്ചത്. അയാളുടെ കുഴലിൽ നിന്ന് നല്ല മനോഹരമായ താളത്തിലുള്ള ഈണ അല്ലെ. അമാനുഷികമായ ഒരു സിദ്ധി അയാൾക്കുണ്ടായിരുന്നു. അതായത് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതല്ല, അമാനുഷികമായ മനുഷ്യരുടെ സിദ്ധി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കഴിവിനപ്പുറത്തുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ എലികളെല്ലാം അദ്ദേഹത്തിന്റെ പുറകെ പോയത് അല്ലെ. അതുകൊണ്ടാണ് ആദ്യം എലികളും പിന്നീട് കുട്ടികളും അല്ലെ. ഈ ഒരു മേയർ ഒരു ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്ര പണം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. പക്ഷെ അതിൽ നിന്നും അദ്ദേഹം പിന്മാറിയ സമയത്ത് അദ്ദേഹം എന്താ ചെയ്തത്? വീണ്ടും കുഴലൂതുകയും ആ ഒരു തുരങ്കത്തിലേക്ക്, ഒരു ഗുഹയിലേക്ക് അല്ലെ കുട്ടികളെയെല്ലാം കൊണ്ടുപോകുകയും ചെയ്തത് അല്ലെ. പിന്നീട് കുട്ടികളും അയാളുടെ സംഗീതത്തിൽ മയങ്ങിയത്. വഞ്ചിതനായപ്പോഴും അയാൾ ശാന്തനായാണ് പ്രതികരിച്ചത്. അയാൾ വഞ്ചിതനായി, എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം തന്നില്ല എന്ന് ആയിട്ടും അദ്ദേഹം എന്ത് ചെയ്തില്ല? ശാന്തമായിട്ടാണ് പ്രതികരിച്ചത്. എങ്കിലും അയാളുടെ പ്രതികാരം മേയറോട് മാത്രമായിരുന്നില്ല. മേയറാണല്ലോ പണം കൊടുക്കാണ്ടിരുന്നത്. പക്ഷെ മേയറോട് മാത്രമായിരുന്നില്ല, ആ കൊണ്ടുപോയ കുട്ടികളുടെ ഒക്കെ പാരന്റ്സിന് എന്തുണ്ടാവും? അതിൻ്റെതായ ഒരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവൂലേ മക്കളെ കൊണ്ടുപോയതിൽ. അപ്പൊ പ്രതികാരം അവരോടും കൂടി ആവുകയാണ്. ആ നാട്ടിലെ നിരപരാധികളായ ജനങ്ങളോട് മുഴുവനായിരുന്നു. എന്തുകൊണ്ടും നിഗൂഢത നിറഞ്ഞ കഥാപാത്രമായിരുന്നു കുഴലൂത്തുകാരൻ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് കുഴലൂത്തുകാരനെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം. ആരെക്കുറിച്ച് വന്നാലും അവരുടെ സ്വഭാവ സവിശേഷത, വേഷവിധാനങ്ങൾ ഒക്കെ നിങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കൂടെ രേഖപ്പെടുത്തണം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്, അതായത് സ്വാഭിപ്രായം ഏതാണ്? ഇതാ, ആ നാട്ടിലെ നിരപരാധികളായ ജനങ്ങളോട് മുഴുവനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികാരം അല്ലെ. നിഗൂഢത നിറഞ്ഞ കഥാപാത്രമായിരുന്നു. അത് നമ്മളത് വായിച്ചപ്പോ മനസ്സിലാക്കിയതാണ്, കഥയിൽ പറയുന്നില്ല അല്ലെ. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എഴുതുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണം. അപ്പോ എ ഗ്രേഡ് ചോദ്യം നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം, ഇങ്ങനെ എഴുതാം. ഇത്ര എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ മറ്റൊരു ചോദ്യമായിട്ട് കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം.
ലൈവ് ക്ലാസ്സുകൾ മറന്നു പോകരുത്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുക. കോണ്ടന്റ് വീഡിയോസ് ഇടുന്നുണ്ട്, ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ടാണ് അതിലും ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.